നമസ്തേ. എസ്റ്റർഡേ നൈറ്റ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ. നമ്മൾക്കിവിടെ കിട്ടിയിരിക്കുന്ന 9 ഓഫ് സോഴ്സ് ആണ്. വളരെയധികം നിരാശയോടുകൂടി, ഒരുപാട് വേദനയോടുകൂടിയും ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് അവർ ഓവർ തിങ്കിങ് ചെയ്ത ഒരു എനർജിയാണ് കാണാൻ പറ്റുന്നത്. വലിയൊരു നഷ്ടം, എന്തൊക്കെയോ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായത് അല്ലെങ്കിൽ അവർക്കിടെ ഒരു സപ്പോർട്ടിനെ അവർക്ക് പൂർണ്ണമായി നഷ്ടപ്പെട്ടു പോയി എന്നുള്ളൊരു തിരിച്ചറിവ് അവർക്ക് മനസ്സിലാക്കുന്നുണ്ട്. കാരണം ഈ ഒരു സിറ്റുവേഷൻസിൽ തേർഡ് പാർട്ടി എനർജിയിലേക്ക് കണക്റ്റഡ് ആയത് അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസിനൊരു പ്രാധാന്യം കൊടുത്തതാണ് അവരുടെ ലൈഫിൽ ഇത്രയും വലിയ ഒരു നഷ്ടത്തിന് കാരണമായതെന്നുള്ള ഒരു തിരിച്ചറിവ് അവർക്കിപ്പോൾ വ്യക്തമായിട്ടും ഉണ്ടാകുന്നുണ്ട്. അവർ വളരെയധികം ആഴത്തിൽ ഒരു അഡ്വൈസ് തേടുന്നു. അവർക്കൊരു സപ്പോർട്ട് വേണം, അവർക്ക് മുന്നോട്ടേക്ക് പോകണം, അവർക്ക് പഴയതുപോലെ തന്നെ നിങ്ങളോടൊത്തുണ്ടായിരുന്ന ആ ഒരു ബ്ലെസ്സിങ്സ് അവർക്ക് വീണ്ടും തിരിച്ചു വേണമെന്നും നിങ്ങൾ എത്രത്തോളം അവരെ പ്രഷ്യസ് ആയിട്ട് കണ്ടിരുന്നുവെന്നും എത്രത്തോളം നിങ്ങൾ അവരോട് കൂടെ ചേർന്ന് നിന്നിരുന്നുവെന്നും എല്ലാം അവർ മനസ്സിലാക്കുന്നു എന്നാണ് കാണുന്നത്. കാലം അനുകൂലമാകുന്നു, എല്ലാ കാര്യങ്ങൾക്കും നല്ല ഒരു മാറ്റം വരാൻ പാകത്തിന് കാലം അനുകൂലമാകുന്നു. അവർ തീർച്ചയായിട്ടും നിങ്ങളെ ഹോൾഡ് ചെയ്യുന്നുണ്ട്, നിങ്ങളെ ചേർത്ത് പിടിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ആക്ഷൻ എടുക്കുമെന്ന് തന്നെയാണ് അവരിപ്പം മനസ്സുകൊണ്ട് ഉറച്ച തീരുമാനമെടുക്കുന്നത്. കാരണം ശക്തമാകുന്ന ഒരു ചീറ്റിംഗ് എനർജി കൂടി ഈ ഒരു പേഴ്സണ് സംഭവിച്ചിട്ടുണ്ട് എന്നാണ് കാണാൻ പറ്റുന്നത്. കാരണം വളരെയധികം സ്ട്രെസ് അനുഭവിക്കുന്ന ഒരു എനർജിയിലൂടെയാണ് ഈ ഒരു വ്യക്തി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു നഷ്ടം, മറ്റെന്തൊക്കെയോ കുറ്റപ്പെടുത്തലുകൾ അല്ലെങ്കിൽ സ്വയം മനസാക്ഷിയോട് തന്നെ അവർ ചോദിക്കേണ്ടതായ ചില സിറ്റുവേഷൻസിലൂടെയാണ് ഇപ്പോൾ അവർ കടന്നു പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു ഉറക്കം നഷ്ടപ്പെട്ടു, അവർക്ക് നല്ല രീതിയിലൊന്നും ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന് തന്നെയാണ് കാണാൻ പറ്റുന്നത്. കാരണം ഒന്നെങ്കിൽ ഇതൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ്റെ എനർജി ആവാം കടന്നു വന്നിരിക്കുന്നത്. കാരണം അത്രത്തോളം ഒരു പ്രഷ്യസ് ആയിരുന്നു നിങ്ങളെന്നും നിങ്ങൾ എത്രത്തോളം വാല്യൂ ആ ഒരു പേഴ്സണ് നൽകിയിരുന്നു എന്നും എല്ലാം അവർ വ്യക്തമായി മനസ്സിലാക്കുന്നു എന്നാണ് കാണുന്നത്. കാലം ഇപ്പം നിങ്ങൾക്ക് അനുകൂലമാണ്. നിങ്ങളെന്ന് പറയുന്ന പേഴ്സൻ്റെ എല്ലാ സിറ്റുവേഷൻസും അവരോട് കാണിച്ചിരുന്ന ആ ഒരു ആത്മാർത്ഥതയും എല്ലാം അവർക്കിപ്പോൾ വ്യക്തമാക്കി കൊടുക്കുന്നു. നിങ്ങളെ അവർ ഹൃദയത്തിൽ ഹോൾഡ് ചെയ്യേണ്ടതായ ഒരു എനർജിയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അവർ ഏറ്റവും കൂടുതൽ നിരാശപ്പെടുന്നതും ദുഃഖിക്കുന്നതും കുറ്റബോധത്തോടു കൂടി നിൽക്കുന്നതുമെല്ലാം തേർഡ് സിറ്റുവേഷൻസിൽ ഫോക്കസിങ് ചെയ്തതിനെ കുറിച്ച് ഓർത്ത് തന്നെയാണ് ആ ഒരു സാഹചര്യം അവരിൽ നിന്നും ഹീലാക്കുക എന്ന എനർജിയിലാണ്. കാരണം തേർഡ് സിറ്റുവേഷൻസിൽ നിന്നും നല്ല ശക്തമായ ഒരു ചീറ്റിംഗ് അവർക്ക് ലഭിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഈ ഫിനാൻസ് സംബന്ധമായിട്ട് എന്തെങ്കിലും ഒരു കൊടുക്കൽ വാങ്ങലിലൂടെ ആയിരിക്കാം ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഇവരുടെ ലൈഫിൽ വന്നതെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം നിങ്ങൾക്ക് വലിയ പ്രാധാന്യം കൽപ്പിക്കാതെ ആ ഒരു സാഹചര്യത്തിലേക്ക് പ്രാധാന്യം